മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആക്ടർ ഡയറക്ടർ കോംബോയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട്. അവരുടെ ആദ്യ സിനിമയായിരുന്നു ദൃശ്യം. ചിത്രത്തിൽ സഹദേവൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടൻ കലാഭവൻ ഷാജോൺ ആയിരുന്നു. കോമഡി കഥാപാത്രത്തിലൂടെ ഏറെ ശ്രദ്ധേയനായ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു. ഇപ്പോൾ തൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ദൃശ്യത്തിൻ്റെ അടുത്ത ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കലാഭവൻ ഷാജോൺ. ദൃശ്യത്തിൻ്റെ 3-ാം ഭാഗം 2024 വരുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ താരം പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും തനിക്ക് അറിയില്ലെന്നായിരുന്നു. ജിത്തു ജോസഫ് ദൃശ്യത്തിൻ്റെ അടുത്ത ഭാഗത്തെക്കുറിച്ച് എന്തോ സൂചനകളൊക്കെ നൽകുന്നുണ്ടെന്നും ക്ലൈമാക്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നതെന്നും ഷാജോൺ കൂട്ടിച്ചേർത്തു. 3-ാം ഭാഗം ഉണ്ടാകട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ഒരിക്കൽ കൂടെ ആ കോമ്പിനേഷനിൽ വരാൻ കഴിഞ്ഞാൽ അത് തൻ്റെ വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും താരം പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ എനിക്കറിയില്ല. ദൃശ്യത്തിൻ്റെ അടുത്ത ഭാഗത്തെക്കുറിച്ച് എന്തോ സൂചനകളൊക്കെ ജിത്തുഭായി പറയുന്നുണ്ട്. ക്ലൈമാക്സ് എന്തോ കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നു. ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ആ കോമ്പിനേഷനിൽ വരാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, കലാഭവൻ ഷാജോൺ പറഞ്ഞു. അതേസമയം താരത്തിൻ്റെതായി ഏറ്റവും പുതുതായി റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് ആട്ടം. നവാഗത സംവിധായകൻ ആനന്ദ് ഏക്കർഷി രചനയും സംവിധാനവും ചെയ്യുന്ന ആട്ടം ജോയ് മൂവി പ്രൊഡക്ഷൻസിൻ്റെ കീഴിൽ ഡോക്ടർ അജിത് ജോയിയാണ് നിർമ്മിച്ചത്. ആട്ടം ജനുവരി 5-നാണ് പുറത്തിറങ്ങുന്നത്. കലാഭവൻ ഷാജോണിന് പുറമെ വിനയ് ഫോർട്ട്, സെറിൻ ഷിഹാബ്, നന്ദൻ ഉണ്ണി എന്നിവരും നാടകരംഗത്ത് സമ്പന്നമായ അഭിനയ പരിചയമുള്ള 9 മികച്ച അഭിനേതാക്കളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്.